GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ? അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് ഈ GST രജിസ്ട്രേഷൻ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ? പാൻ ബേസ് ആണ് GST രജിസ്ട്രേഷൻ. ഓക്കെ. അവർ ഓൾ ഇന്ത്യ പാനിൽ അദ്ദേഹത്തിൻ്റെ അഗ്രഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷം കഴിഞ്ഞാലും അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കണം. അത് ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുകിട കച്ചവടക്കാരെ ബേസ് ചെയ്താണ്, അവർക്കാണ് ഈ കോമ്പോസിഷൻ ഉള്ളത്. കസ്റ്റമറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, പക്ഷേ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 1% ടാക്സ് കൈനകത്ത് അടയ്ക്കും വേണം. റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഒരു സാധാരണ നമ്മളൊരു GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ? അപ്പോൾ ഈ GST രജിസ്ട്രേഷനിൽ ഈ ട്രേഡ് ലൈസൻസിൻ മാൻഡേറ്ററി ആണോ ശരിക്കും? ടോക്ക് വിത്ത് മിജോ PCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഈ GSTയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരുപാട് ഡൗട്ട്സ് സാധാരണക്കാരെ എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട്. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ മന്ത്ലി റിട്ടേൺസ് ഫയലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ്, അതല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാർ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്സിൽ പോകുമ്പോൾ അവിടുത്തെ ബില്ല് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഡൗട്ട്സ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഡൗട്ട്, അതായത് നമ്മൾ SGST CGST എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ആക്ച്വൽ സംഭവം, എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സബ്ജക്റ്റുമായി നമ്മൾ വന്നിരിക്കുന്നത്. ഈ സബ്ജക്റ്റിന് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീ ബിജു PS നായർ, SGS ഓഫീസർ, ട്രിവാൻഡ്രം. സർ, വെൽക്കം ടു ദി ഷോ. നമ്മൾ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഈ ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ടാക്സസും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സസും ഉണ്ട്. അതായത് ഇൻകം ടാക്സ്, GST ഇത് രണ്ടാണ്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട്, എന്താണ് ഇൻകം ടാക്സ്, എന്താണ് GST? അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ഡിഫറൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മിജോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടാക്സ് രണ്ട് തരത്തിലാണുള്ളത്. ഈ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നുമാണ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. സാധാരണ ഒരു കസ്റ്റമർ നേരിട്ട്, ഇല്ലെങ്കിൽ ഒരു ടാക്സ് പെയർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അദ്ദേഹത്തിന് നേരിട്ട് കളക്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ എക്സാമ്പിൾ ഇൻകം ടാക്സ് നമ്മൾ തന്നെ നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് എത്രയാണോ അത് നമ്മൾ നേരിട്ട് തന്നെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു, ഇല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് വേറൊരു തരത്തിലാണ്. നമ്മൾ നേരിട്ടല്ല, എന്നാൽ നമ്മൾ മറ്റൊരാൾ വഴി ഗവൺമെൻറ് നമ്മളിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് വയ്ക്കുന്നു. എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാധനത്തിൻ്റെ വിലയും കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 18% ഇല്ലെങ്കിൽ 5% എത്ര GSTയും കൊടുക്കുന്നുണ്ട്. ഇത് ഈ കടക്കാരൻ നമ്മളിൽ നിന്ന് ഈ ടാക്സ് കളക്ട് ചെയ്ത് അദ്ദേഹമാണ് ഗവൺമെൻറ്റിൽ അടയ്ക്കുന്നത്. നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിൽ കൊണ്ട് അടയ്ക്കുന്നില്ല, എന്നാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാക്സ് കൊടുക്കുന്നു. അദ്ദേഹം ഈ സാധനത്തിൻ്റെ ടാക്സ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഇൻഡയറക്റ്റ്. നമ്മൾ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായി നമ്മളൊരു സാധനം വാങ്ങിച്ചതിലൂടെ ടാക്സ് നമ്മൾ തന്നെ ഗവൺമെൻറ്റിന് റെമിറ്റ് ചെയ്തു. ഇത് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനുള്ള ടാക്സ്, അതായത് ഗുഡ്സിൻ്റെ മുകളിലുള്ള ടാക്സ്, അതിന് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസ് എന്നും, നമ്മളുടെ ഒരു വർഷത്തെ നമ്മുടെ ഇൻകത്തെ ബേസ് ചെയ്തിട്ട്, അത് സാലറി ആയിരിക്കാം, ബിസിനസ് ഇൻകം ആയിരിക്കാം, അതിനെ ബേസ് ചെയ്ത് നമ്മൾ അടയ്ക്കുന്നത് ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ GST നിലവിൽ വന്നിട്ട് ഇപ്പോൾ 2017 ജൂലൈ 1 GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ വരെ നമുക്കിവിടെ VAT ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ GST ഓഫ് കോഴ്സ് വന്നതിന് ശേഷം ഇന്ത്യ മൊത്തം ഒരു ടാക്സേഷൻ എന്നുള്ള രീതിയിലോട്ട് വന്നു. ഈ വാറ്റും GSTയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഒന്ന് പറയാമോ? ഇപ്പം വാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, GST വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നത് വാറ്റാണ്. അപ്പോൾ ഈ വാറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ടാക്സ് സമ്പ്രദായമായിരുന്നു വാറ്റ് എന്ന് പറഞ്ഞാൽ. പല സ്റ്റേറ്റിലും പല റേറ്റ് ഓഫ് ടാക്സും
പല രീതിയിലുമായിരുന്നു ഇത് തന്നെ നോട്ട് പല തരത്തിലായിരുന്നു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. എന്നാൽ GST വരുമ്പോൾ അത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് കീഴിൽ ഇന്ത്യ മൊത്തം ഒരൊറ്റ റേറ്റ് ഇല്ലെങ്കിൽ ഒരേ രീതിയിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തുകയാണ് GSTയിൽ വന്നത്. വാറ്റിലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സിന് മീതെ മാത്രമായിരുന്നു അതിനകത്ത് ടാക്സ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ GSTയിൽ വരുമ്പോൾ അത് ഗുഡ്സിനും സർവീസ് നമ്മളെ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് പറയുന്നത്. GST വരുമ്പോൾ ഗുഡ്സിനും സർവീസിനും കൂടെ ഒരിടത്ത് തന്നെ ടാക്സ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇത് വാറ്റിൽ പല സ്റ്റേറ്റിലും പല രീതിയിലാണ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാറ്റിൽ കേരളത്തിൽ കോഴിക്ക് ടാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ തൊട്ട് അടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ അവിടെ ടാക്സ് ഇല്ലായിരുന്നു കോഴിക്ക്. അപ്പോൾ അവർ രണ്ട് സ്റ്റേറ്റിൽ പക്ഷേ വാറ്റ് രണ്ട് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ ഇപ്പോൾ GST വരുമ്പോൾ ഇവിടെ എന്തിന് ടാക്സ് ഉണ്ടോ അത് തന്നെ തമിഴ്നാട്ടിലും ടാക്സ് ഉണ്ട്, കർണാടകയിലും ടാക്സ് ഉണ്ട്. ഇതേ റേറ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. ഇതാണ് അതിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ, അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് ഏത് സ്റ്റേജിലെത്തുമ്പോഴാണ് ഈ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ശരിക്ക് നമ്മൾ ഏതൊരു പോയിന്റിൽ എങ്ങനെയാണ് ഈ GST രജിസ്ട്രേഷൻ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ളതൊന്ന് പറയാമോ? നമ്മൾ GSTയിൽ നമ്മൾ ആ GST എന്ന വാർഡ്സിൽ തന്നെ ഉണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ ഗുഡ്സും ഉണ്ട് സർവീസസും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനും രണ്ട് രീതിയിൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ഗുഡ്സിന് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ മൊത്തം ടേൺ ഓവർ 40 ലക്ഷമോ അതിന് മുകളിലോ പോകുന്നത് അപ്പോഴാണ് അദ്ദേഹം ഗുഡ്സ് മാത്രം വിൽക്കുന്ന ഒരാളാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് സർവീസ് മാത്രം ചെയ്യുന്ന ഒരു കക്ഷി, ഒരു കസ്റ്റമർ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിൽപ്പനയെങ്കിൽ അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 20 ലക്ഷം എപ്പോഴാണോ എക്സീഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കാൻ ലൈബിളാണ്. എന്നാൽ നമുക്ക് വേറൊരു കാര്യം, അപ്പോൾ ഒരു ഡൗട്ട് വരാം, ഗുഡ്സും സർവീസും കൂടെ ഞാൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും അവിടെ 20 ലക്ഷമാണ് പരിധി വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാറിൻ്റെ സർവീസ് സെൻറ്റേഴ്സ്, അവിടെ ട്രേഡിങ്ങും ഉണ്ട്, അതായത് പാർട്സ് സെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്, ട്രേഡിങ്ങും വരുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം സർവീസും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ലിമിറ്റ് 20 lakhs ആണ്. ഓക്കെ. അവർ 20 lakhs കഴിയുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ്. ഇനി ഒരാൾക്ക് രജിസ്ട്രേഷൻ ലിമിറ്റ് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്തെങ്കിലും പർപ്പസിന് വേണ്ടി, ഇപ്പം നമുക്ക് കാണാം ബാങ്ക് ലോണിന് വേണ്ടി ഒരാൾ രജിസ്ട്രേഷൻ എടുത്തു, എന്നാൽ അദ്ദേഹത്തിന് 20 ലക്ഷം ആയിട്ടില്ല, അദ്ദേഹത്തിന് ഒരു 15 ലക്ഷം ആയുള്ളൂ. എന്നാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും അദ്ദേഹം ഈ ടാക്സ് അടയ്ക്കാൻ ലൈബിളായി കഴിയും. അതിനകത്ത് അങ്ങനൊരു ഇതും കൂടെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇനീഷ്യലി തന്നെ അറിയാം നമുക്ക് ചിലപ്പോൾ ഇത് ഇത്ര പീരീഡ് ആകുമ്പോഴേക്കും 20 lakhs ആവും, അല്ലെങ്കിൽ 40 lakhs ആവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് തുടങ്ങുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്, ഇൻ ബിറ്റ്വീൻ എടുത്ത് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ? രജിസ്ട്രേഷൻ എടുത്തിട്ട് ഈ വേഗത്തിൽ നമുക്ക് ഈ ടൈം ലിമിറ്റ് കഴിയുമെങ്കിൽ എടുത്തിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ GSTയിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പർച്ചേസ് ചെയ്യുന്നതിനെല്ലാം തന്നെ അതിൻ്റെ ടാക്സിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാം. രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ ഇപ്പം നമ്മൾ ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മാത്രമല്ല, ഇനി വേറെ പാൻ ബേസാണ് GST രജിസ്ട്രേഷൻ. അവർ ഓൾ ഇന്ത്യ പാനിൽ അദ്ദേഹത്തിൻ്റെ അഗ്രഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷം കഴിഞ്ഞാലും അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട്, 15 ലക്ഷമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ വേറൊരു ബിസിനസ് ഉണ്ട്, അതിന് 15 ലക്ഷമേ ഉള്ളൂ. കർണാടകയിൽ ഇതേ പാൻ വെച്ച് തന്നെ വേറൊരു രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെയും 15 ലക്ഷമേ ഉള്ളൂ. അപ്പോഴദ്ദേഹത്തിന് 45 ലക്ഷം ആയിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കേണ്ട ലൈബിളാണ്. ഓക്കെ. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊപ്പറേറ്ററാണ്, എൻ്റെ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ എൻ്റെ പാനാണ് ഉപയോഗിക്കുക, അതായത് പ്രൊപ്പറേറ്ററുടെ പാൻ നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം എനിക്ക് കേരളത്തിൽ ബിസിനസ് ഉണ്ട്, തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഞാൻ 5 ലക്ഷം ആയിട്ടുള്ളൂ, പക്ഷേ തമിഴ്നാട്ടിൽ ഞാൻ 10 ലക്ഷം ആയാലും അത് ലംസമായിട്ട് കണക്കാക്കും. അതെ, നമ്മൾ ആ പാനിൻ്റെ ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണെന്നാണ് നോക്കുന്നത്. ആ പാനിൽ അഗ്രിഗേറ്റ് ആണോ? അതെ.
ഓക്കെ, നമ്മളല്ലാതെ ഒരു ബിസിനസ് തുടങ്ങി അത് 20 lakhs അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ 40 lakhs അച്ചീവ് ചെയ്യുമ്പോഴല്ല അല്ല, ആ പാൻ ഇപ്പം 5 സ്റ്റേറ്റിലാറ്റ് 40 ലക്ഷം കഴിഞ്ഞെങ്കിൽ പോലും രജിസ്ട്രേഷൻ എടുക്കാൻ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്. ബാധ്യസ്ഥനായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ നമുക്കിപ്പോൾ GST രജിസ്ട്രേഷൻ തന്നെ പല ടൈപ്പ് ഓഫ് GST രജിസ്ട്രേഷൻസ് ഉണ്ട്. ഇപ്പോൾ പലരും ഓരോ ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഏത് രജിസ്ട്രേഷനാണ് ബെറ്റർ എന്ന് ചോദിക്കും. ഇപ്പോൾ റെഗുലർ ഉണ്ട്, കോമ്പോസിഷൻ സ്കീം ഉണ്ട്, CTP ക്യാഷ് ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് എത്ര ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് പറയാമോ? നമുക്കിതിൽ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ 3 തരത്തിലുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ഉള്ളത് തന്നെ. റെഗുലറും കാഷ്വലും കോമ്പോസിഷൻ സ്കീം. ഇതിൽ അത് ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുകിട കച്ചവടക്കാരെ ബേസ് ചെയ്താണ് അവർക്കാണ് ഈ കോമ്പോസിഷൻ ഉള്ളത്. അതായത് ഒരാളുടെ ബിസിനസ് 1.5 കോടി, അതായത് ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിങ് വിത്ത് ട്രേഡിംഗ് ഉള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ ടേൺ ഓവർ 1.5 കോടി രൂപയ്ക്ക് താഴെ ഉള്ളവർക്കാണ് ഈ കാഷ്വൽ കോമ്പോസിഷൻ സ്കീം ഉള്ളത്. അവർക്ക് ചെറിയ കച്ചവടക്കാരാണ്, B2C സപ്ലൈ, അതായത് ബിസിനസ് ടു കസ്റ്റമർ. ചെറിയ നമ്മുടെ ഏരിയയിലേക്ക് കാണുന്ന ചില ഇലക്ട്രോണിക് ഷോപ്പുകൾ, ചെറിയ പ്രൊവിഷൻ സ്റ്റോറുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവരെ കയ്യിൽ നിന്ന് തന്നെ അവരെ വിറ്റുവരവിൻ്റെ 1% അവർക്ക് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അവർക്ക് വലിയ ഒരു അക്കൗണ്ടിങ് ഇത് വരുന്നില്ല, ലയബിലിറ്റി വരുന്നില്ല. അവർക്ക് തന്നെ ചെറിയ രീതിയിൽ അവരെ ഇത് മറ്റേ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് വരുന്നില്ല. അവർക്ക് ചെറിയ കച്ചവടക്കാരായിരിക്കും, അവർക്കപ്പോഴും ഈ രീതിയിൽ പോവാം. എന്നാൽ റെഗുലർ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം, റിട്ടേൺ കറക്റ്റായിട്ട് അവർക്ക് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, അവർക്ക് പർച്ചേസ് വരുന്നതെല്ലാം, അവർ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, അതിന് കൃത്യമായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അവർക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പർച്ചേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് ആ പർച്ചേസ് വരുത്തി കറക്റ്റ് ടാക്സ് അടച്ച് അത് അവർക്ക് ITC അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് എത്ര ലക്ഷം വന്നാലും അതൊക്കെ ചെറിയ എമൗണ്ട് ആയാൽ പോലും അവർക്ക് റെഗുലർ ഒപ്റ്റ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തന്നെ. അല്ലാതെ 40 ലക്ഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക്, ഇല്ലെങ്കിൽ 1.5 കോടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് റെഗുലർ എടുക്കണമെന്നില്ല. അവർക്ക് അവരെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ റെഗുലറിലോട്ട് പോകാം. റെഗുലറിൽ പോകുന്നതിന് ടേൺ ഓവർ ലിമിറ്റ് ഇല്ല. ഓക്കെ. എന്നാൽ കോമ്പോസിഷന് 1.5 കോടി കഴിഞ്ഞു പോയാൽ കോമ്പോസിഷൻ ഒപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഇതുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സാർ പറഞ്ഞല്ലോ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയാൻ പറ്റുമോ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഇപ്പോൾ നമുക്ക് ഫുട്പാത്തിലൊക്കെ കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ ഒരു ചെറിയ ടെൻറ്റ് കെട്ടിയിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു 3 മാസത്തേക്കായിരിക്കും ബിസിനസ്. അവർ താൽക്കാലികമായി എടുക്കുന്ന ടെമ്പററി രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സിബിഷൻ പർപ്പസിനൊക്കെ വന്ന് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എക്സിബിഷൻ, നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു എക്സിബിഷൻ പർപ്പസിന് നമ്മളൊരു സ്റ്റോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട രജിസ്ട്രേഷനാണ് ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റത് കോമ്പോസിഷനാണ്. നമ്മൾ റെഗുലറും കോമ്പോസിഷനാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ. ഈ കോമ്പോസിഷൻ സ്കീമിൽ എനിക്ക് ഒരു ഡൗട്ടും കൂടിയാണ്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു നമ്മൾ കേരളത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് കേരള കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു തുണിക്കടയാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പർച്ചേസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, സെയിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഈ കോമ്പോസിഷൻ സ്കീമിൻ്റെ ഒരു ടാക്സ് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ. കസ്റ്റമറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, പക്ഷേ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 1% ടാക്സ് കൈനകത്ത് അടയ്ക്കും വേണം. ഇൻപുട്സ് ക്ലെയിം ചെയ്യാനും പറ്റില്ല. ഓക്കെ. റെഗുലറിലാണെങ്കിൽ ഇൻപുട്സ് ക്ലെയിം ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാം, ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടത്താം, എല്ലാം നടത്താം. ഇപ്പോൾ നമ്മൾ ഒരു ആൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ തന്നെ LLP ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ. കോമൺ ആയിട്ട് കണ്ടുവരുന്ന 3 ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഇതാണ്. അപ്പോൾ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുക, അപ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്ന സമയത്ത് നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ
ഉണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ഡോക്യുമെൻറ്റേഷൻ, വളരെ ഈസിയാണ്, വളരെ സ്മൂത്തായിട്ട് നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ ഇപ്പം നിലവിൽ സാധിക്കുന്നുണ്ട്. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു സാധാരണ നമ്മളൊരു GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ? നമുക്ക് GST രജിസ്ട്രേഷൻ GST എന്ന് പറഞ്ഞാൽ പാൻ ബേസ് ആണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പാൻ കാർഡ്, ഇപ്പോൾ പ്രൊപ്പറേറ്ററുടെ പാൻ കാർഡ് നിർബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് കമ്പൽസറിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്ലേസ് സിറ്റുവേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ്, അത് പ്രധാനം. റെൻറ്റഡ് ബിൽഡിംഗ് ആണെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റ്. ഇനി സ്വന്തം ബിൽഡിംഗ് ആണ് എങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇനി അല്ല അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലുള്ള കെട്ടിടത്തിലാണ് മകനോ മകളോ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കൺസെൻറ്റ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇത്രയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇപ്പോൾ പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് മാറി പാർട്ണർഷിപ്പ് ഡീഡാവും, എക്സ്ട്രാ കയറും. അതെ. പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരും. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സെയിം, പാൻ, ആധാർ എല്ലാം സെയിം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഇപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാക്കി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ആധാർ ഒതൻറ്റിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രൊപ്പറേറ്ററെ സംബന്ധിച്ച് പ്രൊപ്പറേറ്ററുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ വെരിഫിക്കേഷൻ ചെയ്യുന്നു. പാർട്ട്ണർഷിപ്പിലും പ്രൈവറ്റ് ലിമിറ്റഡിലും അത് എങ്ങനെയാണ് വാരി ചെയ്യണത്? അതായത് പാർട്ണർഷിപ്പിൽ ഏതെങ്കിലും പാർട്ട്ണറുടെ ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ മാനേജിങ് ഡയറക്ടറുടെ ആണോ? അത് ഒരു ക്ലാരിറ്റി തരുമോ? രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആധാർ ഓതൻറ്റിക്കേഷൻ വരുന്നത് മാനേജിങ് ഡയറക്ടറുടേതായിരിക്കും മിക്കവാറും വരിക. പ്രൈവറ്റ് ലിമിറ്റഡിന്. പാർട്ണർഷിപ്പിൽ വരുമ്പോൾ മാനേജിങ് പാർട്ട്ണറുടേതായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ മാനേജിങ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ അത് വെച്ച് നമ്മൾ ആധാർ ഒതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ആധാർ ഒതൻറ്റിക്കേഷൻ നമുക്ക് സക്സസ്ഫുൾ ആയില്ല എന്ന് വിചാരിക്കൂ. ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോസിബിൾ അല്ല, ഒതൻറ്റിക്കേഷൻ പോസിബിൾ അല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് അപ്രൂവൽ കിട്ടുക, GSTയുടെ അപ്രൂവൽ കിട്ടുന്നത് എങ്ങനെയാണ്? ഫീൽഡ് വിസിറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അതായത് ഈ രീതിയിൽ തന്നെ വരുമ്പോൾ രജിസ്ട്രേഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ അതോറിറ്റി ഫീൽഡ് വിസിറ്റിന് വേണ്ടി ഇത് കുറിവയ്ക്കാറുണ്ട്. അങ്ങനെ കൺസേൺഡ് ഓഫീസ്, നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണോ ആ കൺസേൺഡ് ഓഫീസിലോട്ട് ഇതിൻ്റെ മെസ്സേജ് പാസ്സാവുകയും അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫീൽഡിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടോ എന്നുള്ളതെല്ലാം വിസിറ്റ് നടത്തി അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ബേസിലാണ് സബ്സിക്വൻ്റ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ആധാർ ഒതൻറ്റിക്കേഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ കിട്ടും GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്? നോർമൽ നമുക്ക് 3 to 7 days ആണ് നോർമലായിട്ടുള്ള രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത്. ആട്ടോ അപ്രൂവലാണെങ്കിൽ 3 days തന്നെ ആവും. അല്ലാതെ വരുന്നത് 3 to 7 days ആണ്. ഇനി എന്തെങ്കിലും ഓഫീസർ അല്ലെങ്കിൽ ഈ രജിസ്ട്രിങ് അതോറിറ്റി കൊറി എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ അതിന് കൊറി കൊടുക്കുന്ന ആ സമയം, അതിന് മറുപടി കൊടുക്കുന്ന സമയവും അതിൻ്റെ ഡോക്യുമെൻ്റ് പ്രൂവ് ചെയ്യുന്ന സമയവും അനുസരിച്ച് രജിസ്ട്രേഷൻ മാറും. ഓക്കെ. ഇതിൽ ഞാൻ ഈ ഡോക്യുമെൻറ്റേഷനിൽ ഒരു ഡൗട്ട് കൂടി ഞാൻ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഡോക്യുമെൻറ്റേഷനിൽ നമ്മളിപ്പോൾ ട്രേഡിംഗ് ബിസിനസ്സാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസിന് അത് ബാധകമല്ല. നമുക്ക് ട്രേഡിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് ലൈസൻസ് വേണം. അപ്പോൾ ഈ ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, അപ്പോൾ ഈ GST രജിസ്ട്രേഷനിൽ ഈ ട്രേഡ് ലൈസൻസ് മാൻഡേറ്ററി ആണോ ശരിക്കും? GSTയിൽ ട്രേഡ് ലൈസൻസ് ഒരു മാൻഡേറ്ററി ആയിട്ട് കാണുന്നില്ല. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് മാൻഡേറ്ററി ആയിട്ട് ഉള്ളത്. ഇനി എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് വരുന്നതെങ്കിലാണ് അതിനാണ് ഫീൽഡ് വിസിറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ട്രേഡ് ലൈസൻസ്
നമ്മൾ അപ്ലൈ മീൻസ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനൊരു ക്വറി ആയിട്ട് അത് ചോദിക്കാൻ പറ്റില്ലേ? ട്രേഡ് ലൈസൻസിൻ്റെ കോപ്പി, ഐ മീൻ സാധാരണ ട്രേഡ് ലൈസൻസ് ചോദിക്കാറില്ല. ട്രേഡ് ലൈസൻസിന് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഇപ്പോൾ ചലാൻ പോലെയുള്ള നമ്മൾ പൈസ അടച്ച ചലാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ മുൻപുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഓഫീസേഴ്സിന് ചോദിക്കാനൊരു പോസിബിലിറ്റി ഇല്ലേ? ഈ ട്രേഡ് ലൈസൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് അതിനകത്ത് പറയുന്നില്ല. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഈ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആണ് എങ്കിൽ, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പ്രോപ്പർ ആണെങ്കിൽ ബിസിനസ് സ്മൂത്തായിട്ട് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അത് അപ്രൂവ് ചെയ്യുന്ന രീതിയാണ് നിലവിൽ ഉള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് പല ക്ലയൻസും വന്നിട്ട് പറയുന്നുണ്ട് GST രജിസ്ട്രേഷൻ എടുക്കാൻ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വേണമെന്നില്ല. ഇപ്പോൾ റെസിഡൻഷ്യൽ അഡ്രസ്സിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് എനിക്കിപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് എടുക്കണം എന്ന് പറയും. കാരണം മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഈ ക്രൈറ്റീരിയ ഉണ്ട്. ട്രേഡ് ലൈസൻസ് കൊടുക്കുന്നത് എപ്പോഴും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലായിരിക്കും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ കൊടുക്കില്ല. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നമ്മുടെ ക്ലയൻസിനാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കും ഉണ്ട്. അപ്പോൾ GSTയുടെ ഭാഗത്തു നിന്ന് ട്രേഡ് ലൈസൻസ് മാൻഡേറ്ററി അല്ലെങ്കിൽ കൂടിയും കോർപ്പറേഷൻ അല്ലെങ്കിൽ അത് നമുക്ക് ട്രേഡ് ലൈസൻസ് റിക്വയർഡ് ആണ്, മസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ട്രേഡ് ലൈസൻസ് ഒരു ട്രേഡിംഗ് ബിസിനസ്സാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഗുഡ്സ് വിൽക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ കൊമേഴ്ഷ്യൽ വേണമെന്നല്ല എൻ്റെ അർത്ഥം. ആസ് പെർ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവരുടെ എല്ലാം അനുസരിച്ച് അത് കമ്പൽസറി ആണ്. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് ഇങ്ങനൊരു ബിസിനസ് നടത്തുന്നുണ്ടോ, അതാണ് പ്രധാനം. ഇപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ സ്പേസ് അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് സ്ക്രാപ്പിൻ്റെ പോലുള്ള ബിസിനസ്സുകൾ, ഈ സ്ക്രാപ്പിൻ്റെ പോലുള്ള ബിസിനസ്സിന് അവിടെ യാർഡാണ് നമുക്ക് അത്യാവശ്യം. ഓക്കെ, അവിടെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് അല്ല നമുക്ക് ആവശ്യം. അവിടെ അതിനുള്ള യാർഡുണ്ടോ, ഈ സാധനം കൊണ്ട് അൺലോഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു നമ്മൾ ഫെസിലിറ്റി ആയിരിക്കും മിക്കവാറും അവിടെ നോക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഒരു കസ്റ്റമർ ജെനുവിൻ ആണോ എന്നുള്ളതിനാണ് ബാക്കിയുള്ള ഡോക്യുമെൻ്റ്. അവർ മറ്റ് പഴയതുപോലെ ഒരു രജിസ്ട്രേഷൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ നടത്തിപ്പിക്കുന്നതിന് പകരം എത്ര വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ GST വന്നതിന് ശേഷം GST വന്നതുകൊണ്ട് ആ ഒരു ഗുണമുണ്ട്. അതായത് സാധാരണക്കാർക്ക് ഇല്ലെങ്കിൽ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എത്രത്തോളം വേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും, ഒരു നിസ്സാര കാര്യം പറഞ്ഞൊരു കുറി വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം. ശരിയാണ്, അത് എവിഡൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ GST ഇപ്പോൾ ആസ് എ ടാക്സ് ആൻഡ് ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള കൊറിയോ അങ്ങനെ കാര്യങ്ങളൊന്നും വരാറില്ല. 3 ഡേയ്സിനുള്ളിലൊക്കെ നമുക്ക് GST അപ്രൂവൽ കിട്ടുന്ന സാഹചര്യങ്ങളാണ് മാക്സിമം കേസസ്. ഇനി കൂടുതലും ഞാൻ കണ്ടുവരുന്ന കൊറിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ റെൻ്റ് അഗ്രിമെൻറ്റിലുള്ള പേരും അതുപോലെ നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടല്ലോ, അതിലത്തെ പേരും അല്ലെങ്കിൽ ആ റൂം നമ്പറും ഇതിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്മാച്ചോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് സാധാരണ കൊറിയായിട്ട് വരാറുള്ളത്. ബാക്കി കേസുകളൊക്കെ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണ് നമുക്ക് ഈ പറയുന്ന ആൾ ഇത് ഇല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് എല്ലാം ജെനുവിൻ ആണെങ്കിൽ പിന്നെ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് നമുക്കൊരു തടസ്സമില്ല. അതുകൊണ്ടാണ് ചില കേസുകളിൽ വരുമ്പോൾ നമുക്ക് ഫീൽഡ് വിസിറ്റും കൂടെ ഇട്ട് അത് ഉറപ്പുവരുത്തുന്നത്. ഡോക്യുമെൻ്റ് തെറ്റാണ് എങ്കിൽ ഇല്ലെങ്കിൽ രണ്ട് ഡോക്യുമെൻ്റ് ആയിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റും ക്ലിയർ ആണെങ്കിൽ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ തന്നെ മിക്കവാറും രജിസ്ട്രേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്.